ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വരുന്നു. ലഹരിക്കെതിരെ കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടതെന്നും ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ ഫലം കാണില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠനാഥൻ നടത്തിയ SKN40 ജനകീയ യാത്രയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ഒരു വിഷമായി ഇത് നിൽക്കുകയാണ്. ശ്രീ ശ്രീകണ്ഠനാഥൻ ഇവിടെ ഇതേ മൈതാനത്ത് വന്നാലാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇതിനകത്ത് ഒരു ജോയിൻ്റ് എഫേർട്ടാണ് വേണ്ടത്. ഒറ്റപ്പെട്ട കുറേയധികം സമരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു ആവിയായി പോവുകയാണ്. അത് വരാൻ സാധ്യമല്ല. സമൂഹത്തിൻ്റെ മനസാക്ഷി ഇതിനെതിരായിട്ട് തിരിഞ്ഞേ മതിയാവും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ. തിരുവഞ്ചൂര് എന്തായാലും ഉപവാസത്തിന് ഇറങ്ങി എന്നുള്ള സന്തോഷം. അന്ന് നമ്മൾ SKN40 പരിപാടിയായിട്ട് പര്യടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും അതിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. ടോബി. തീർച്ചയായിട്ടും SKN, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുനക്കര മൈതാനത്താണ്. അത് ബസ് സ്റ്റാൻഡ് മൈതാനമാണ്. ഇവിടെയാണ് നമ്മുടെ SKN വന്നപ്പോൾ ഇവിടെ വെച്ചാണ് രാവിലെ തിരുവഞ്ചൂരിനെ അടക്കമുള്ള ഇവിടുത്തെ പൊതുസമൂഹത്തെ എല്ലാവരെയും നേരിട്ട് കണ്ടത്. അന്ന് തിരുവഞ്ചൂർ പറഞ്ഞ വാക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ഉപവാസ സമരത്തിലേക്ക്, ഒരു പൗരപ്രതിഷേധത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു കോൺഗ്രസിന്റെ പരിപാടി എന്നതിനപ്പുറത്തേക്ക് മേലധ്യക്ഷന്മാരെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്കാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു പിന്തുണ ഈ ഒരു സമരത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഇത്തരത്തിൽ ഈ പരിപാടികളിലൊക്കെ ആളുകളുടെ ഒരു അധികം ആളുകൾ കാണാറുള്ളതല്ല. പക്ഷേ ഇപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തുന്ന ഈ പരിപാടി വലിയൊരു ജനക്കൂട്ടമുണ്ട്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഒന്ന് രണ്ട് വാക്കുകൂടി സംസാരിക്കാം. SKN ഇപ്പോൾ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടുമ്പോൾ ഇതൊരു വലിയ പരിപാടിയായി പോകത്തില്ലേ? ഓക്കെ SKN, വേദിയിൽ മതമേലധ്യക്ഷന്മാർ കൂടി വന്നിട്ടുണ്ട്. വിവിധ സഭകളുടെ അതുപോലെ തന്നെ വിവിധ സന്യാസ സഭയുടെ എല്ലാ മതമേലധ്യക്ഷന്മാരുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു പിന്തുണ ഇതിന് ലഭിക്കുമ്പോൾ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് തന്നെയല്ലേ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും ഈ ലഹരിക്ക് എതിരാണ്. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന തലമുറകളെ കാർന്നു തിന്നുന്ന ഈ മഹാവിപത്തിനെതിരാണ് നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ആളുകളും എന്നുള്ളതിൻ്റെ ഒരു തോന്നലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് വമ്പിച്ച വിജയമായി മാറുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയേക്കാൾ അപ്പുറത്താണ് എല്ലാ ജനങ്ങളുടെയും റിയാക്ഷൻ വരുന്നത്. ഇപ്പോൾ ഓണറിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്ന് ഇവിടെ വന്നപ്പോൾ താങ്കൾ നൽകിയ പിന്തുണ അദ്ദേഹം ഇപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുകൂടി ഒരു പിന്തുണ നൽകുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഈ മൂവ്മെന്റിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അഭിയോന്യ തിരുവേനിമാരുണ്ട്, എത്രയോ കാലമായി ഈ കാര്യത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സന്യാസി വര്യന്മാരുണ്ട്, എത്രയോ കാലമായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും വരുന്നതിനുള്ള നിരവധി വളരെ മഹൽ വ്യക്തികളുണ്ട്. അവരെല്ലാം ഈ മൂവ്മെന്റിന് ശക്തമായ പിന്തുണയാണ്. ഇതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമേ ഇല്ല. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ പിന്തുണയും അറിയിക്കുക. ടോബി ജോൺസൺ, നമ്മൾ പാറ പോലെ അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞൊരു കാര്യം, നമുക്ക് രാഷ്ട്രീയവും മതവും ജാതിയൊന്നും ഇക്കാര്യത്തിലില്ല. ഈ ലഹരി മാഫിയയുടെ കടയറുത്ത് വീഴ്ത്തണം എന്ന ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.